യുവർ ചാനൽ ഈസി സ്കോട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BEd സിലബസിലെ 4th സെമ്മിൽ വരുന്ന ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി പേപ്പറുമായി ബന്ധപ്പെട്ട് 2017 മുതൽ 2021 വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. 4 യൂണിറ്റാണ് ആകെ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. വാരി വലിച്ചെഴുതാവുന്ന തരത്തിലുള്ളൊരു പേപ്പറാണ്. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. ഒരിക്കലും കാണാതെ പഠിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഈ പേപ്പറിന് വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാൽ മാത്രമേ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് എടുത്തെടുത്ത് എഴുതാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ് ഒന്നും കിട്ടില്ല. വാരി വലിച്ച് എഴുതുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഫോർ എക്സാമ്പിൾ പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞ് എഴുതാവുന്ന തരത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങളുടെ മാർക്ക് കുറയാനും സാധ്യതയുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. ഫസ്റ്റ് യൂണിറ്റ് ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. അതിൽ ജെൻഡർ അതുപോലെ തന്നെ സെക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അടുത്ത ജെൻഡർ റോൾ എന്താണെന്ന് മാത്രം 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിലും കാസ്റ്റിലും റിലീജിയനിലും കൾച്ചറിലുമുള്ള ജെൻഡർ റോള്. അടുത്തത് പാട്രിയാർക്കി ആൻഡ് ജെൻഡർ. പാട്രിയാർക്കി എന്താണെന്ന് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഡിഫറെൻറ്റ് ഏജസ്, ആൻഷ്യൻ, മിഡീവൽ ആൻഡ് കൊളോണിയൽ. സ്ത്രീകളുടെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അടുത്ത് ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ടൈപ്പിംഗ്. 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്, 1 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജെൻഡർ സെൻസിറ്റിവിറ്റിയും ജെൻഡർ ടൈപ്പിങ്ങും. അടുത്ത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, റാഡിക്കൽ ആൻഡ് ലിബറൽ. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സിൽ വരുന്ന റാഡിക്കൽ അതുപോലെ തന്നെ ലിബറൽ പെർസ്പെക്റ്റീവ്സ് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ ജെൻഡർ എന്താണെന്ന് പഠിക്കുക, സെക്സ് എന്താണെന്ന് പഠിക്കുക, ജെൻഡർ റോൾ എന്താണെന്ന് പഠിക്കുക, പാട്രിയാർക്കി എന്താണെന്ന് പഠിക്കുക, ജെൻഡർ സെൻസിറ്റിവിറ്റിയും ജെൻഡർ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ റാഡിക്കൽ ഫെമിനിസം ലിബറൽ ഫെമിനിസം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത യൂണിറ്റ് ജെൻഡർ ഇഷ്യൂസസ് ഇൻ സ്കൂൾസ്. നിങ്ങൾക്ക് കണ്ടുമുട്ടി എഴുതാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ജെൻഡർ ഇഷ്യൂസസ് ഇൻ സ്കൂൾസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ, എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എ ബോയ് ഓർ ഗേൾ, അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ ഇൻ സ്കൂൾ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ക്ലാസ് റൂം ആൻഡ് സ്കൂൾ, child rights violation among girls, role of school, peers, teachers, curriculum, textbooks, classroom processes and student-teacher interaction in challenging gender inequalities, working towards gender equality in the classroom. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ, അതുപോലെ തന്നെ വർക്കിംഗ് ടുവേർഡ്സ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ദ ക്ലാസ് റൂം. ഈ 2 ക്വസ്റ്റ്യനാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത യൂണിറ്റ് റീസൺ ഇഷ്യൂസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ജെൻഡർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. അതിൽ വരുന്നത് സ്കൂളിംഗ് ഓഫ് ഗേൾസ്, ഇൻഇക്വാലിറ്റീസ് ആൻഡ് റെസിസ്റ്റൻസ്, ഇഷ്യൂസ് ഓഫ് ആക്സസ്, റിറ്റൻഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, സേഫ്റ്റി അറ്റ് സ്കൂൾ, home and beyond, identification of sexual abuses or violence, verbalization of sexual abuses or violence, objectification of female body, propagation of popular beliefs through media, film, advertisement and songs, role of teachers, counselors, parents, NGOs and other groups in reinforcing gender parity. അപ്പോൾ അതിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി. അതൊരു 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തത് അതിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് റോൾ ഓഫ് ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്, പാരൻസ്, NGOs, മറ്റു ഗ്രൂപ്പ്സ്. ജെൻഡർ പാരിറ്റി റീഇൻഫോഴ്സ് ചെയ്യാൻ ടീച്ചേഴ്സിൻ്റെയും കൗൺസിലേഴ്സിൻ്റെയും പാരൻസിൻ്റെയും NGOസിൻ്റെയും മറ്റു ഗ്രൂപ്പ്സിൻ്റെയും ഒക്കെ റോൾ എന്താണെന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, പഠിക്കാം.
അടുത്തത് സ്കൂൾ ആൻഡ് സൊസൈറ്റി യൂണിറ്റ്, അടുത്ത യൂണിറ്റാണ് സ്കൂൾ ആൻഡ് സൊസൈറ്റി. സ്കൂൾ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്, 6 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, എസ്ഐക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ഓൺ ദ ഫംഗ്ഷനിങ് ഓഫ് സ്കൂൾ, ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ് ആൻഡ് മൈനോറിറ്റി, റെക്കഗ്നൈസ്ഡ് ആൻഡ് നോൺ റെക്കഗ്നൈസ്ഡ് സ്കൂൾസ്. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, മൈനോറിറ്റി, റെക്കഗ്നൈസ്ഡ് ആൻഡ് നോൺ റെക്കഗ്നൈസ്ഡ് സ്കൂൾസ് എന്താണെന്ന് ചോദിക്കാം. അടുത്തത് റോൾ ഓഫ് സ്കൂൾ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, സ്കൂൾ ആസ് എ മിനിയേച്ചർ സൊസൈറ്റി, ഫംഗ്ഷൻ ഓഫ് സ്കൂൾസ് ഇൻ സൊസൈറ്റി. അടുത്ത റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്നതല്ലേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി. എന്നിരുന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും, അതുപോലെ തന്നെ സ്കോർ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. 2017 ജൂണിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാലോ 4 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ. പാർട്ട് എയിൽ 6 ക്വസ്റ്റ്യന് 1 മാർക്കിന് 6 എഴുതേണ്ടതാണ്. പാർട്ട് ബിയിൽ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ. പാർട്ട് സിയിൽ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പാർട്ട് ഡിയിൽ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ തരും. അതിൽ നിങ്ങൾക്ക് ഏതാണോ എഴുതാൻ പറ്റുന്നത് അത് എഴുതാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി 2 NGOs റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. അപ്പോൾ NGOസിൻ്റെ പേര് പഠിച്ചു വയ്ക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. എഴുതിക്കൂടെ നിങ്ങൾക്ക്. അടുത്ത, വാട്ട് ഈസ് മെൻ ബൈ റാഡിക്കൽ ഫെമിനിസം. അപ്പോൾ റാഡിക്കൽ ഫെമിനിസം എന്താണ്, ലിബറൽ ഫെമിനിസം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത, ഡിഫൈൻ ജെൻഡർ റോള്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ജെൻഡർ എത്തിക്സ്. ജെൻഡർ എത്തിക്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, വാട്ട് ആർ ദ ഇനീക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ ദ ഗേൾസ് ഇൻ സ്കൂൾസ്. നിങ്ങൾക്ക് കണ്ണുമുട്ടി എഴുതിക്കൂടെ. അടുത്തത് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ സ്റ്റീരിയോടൈപ്പിക്കൽ ജെൻഡർ റോൾസ്. അടുത്തത്, അഡ്വർടൈസ്മെൻറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് വുമൺ. ഡിസ്കസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാട്രിയാർക്കൽ ആൻഡ് മാട്രിയാർക്കൽ ഫാമിലി. ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാട്രിയാർക്കൽ ഫാമിലി മാട്രിയാർക്കൽ ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അടുത്തത്, കമ്പയർ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ആൻഷ്യൻ ആൻഡ് മിഡീവൽ പീരിയഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മീഡിയ ഇൻ പ്രൊപ്പഗേറ്റിംഗ് പോപ്പുലർ ബിലീഫ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. കൂടാതെ ഇപ്പോൾ ഇതാ ചോദിക്കുന്നുണ്ട് മീഡിയയുടെ റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ, മീഡിയയുടെ, അതുപോലെ തന്നെ സോങ്, ഫിലിം, ഇന്ന കാര്യങ്ങളുടെയൊക്കെ റോൾ എന്താണെന്നുള്ളത് നിങ്ങളൊരു ജനറൽ ഐഡിയ ഉണ്ടാക്കി പോവുക. എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കണ്ടുവച്ച് പോവുക. അടുത്ത്, ഇഫ് യു ആർ എ ടീച്ചർ അറ്റ് സെക്കൻഡറി സ്കൂൾ, വാട്ട് മെഷേഴ്സ് വുഡ് യു അഡോപ്റ്റ് ടു എൻഷ്യൂർ സേഫ്റ്റി ഓഫ് ഗേൾ സ്റ്റുഡൻസ്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഒരു ടീച്ചറായിട്ടുള്ള നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണ് അതൊക്കെ. അടുത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ഫാമിലിയുടെ റോൾ ചോദിക്കാം, സ്കൂളിൻ്റെ, ടീച്ചറുടെ, അതുപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയുടെ, നമ്മളെ കൾച്ചർ എല്ലാം ചോദിക്കാം. അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ വുമൺ എംപവർമെൻറ്റ്. എക്സ്പ്ലെയിൻ എനി 2 മെഷേഴ്സ് ഫോർ വുമൺ എംപവർമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻട്രാക്ഷൻ ഹെൽപ്പ് ഇൻ സോൾവിങ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്കൂൾ ആസ് ആൻ ഏജൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യം തന്നെ എടുത്ത് ചോദിച്ചു അല്ലേ. അത് 10 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിനെ വിശദീകരിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. അടുത്ത 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വന്നതെന്നുള്ളത് ശ്രദ്ധിക്കൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ദ കണ്ടംപററി ഇന്ത്യ. രണ്ടാമത്തെ തവണയിൽ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനി 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ഫോർ ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കുട്ടികളുടെ റൈറ്റ്സ്, അതുപോലെ തന്നെ വുമൻ റൈറ്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്സ് ഒക്കെ നിങ്ങൾ എക്സ്ട്രാ പോയിൻ്റ് എടുത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ ഫാമിലിയുടെ ചോദിച്ചു, സ്കൂളിൻ്റെ ചോദിച്ചു, ഇപ്പോൾ ദാ റിലീജിയൻ്റെ ചോദിക്കുന്നുണ്ട്. അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ ജെൻഡർ റോള്. ഇതുപോലെ തന്നെ ചോദിക്കാം, ജെൻഡർ റോൾ 2 തവണ ചോദിച്ചു അല്ലേ. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ജെൻഡർ
ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, ജെൻഡർ ഇക്വിറ്റിയും ജെൻഡർ ഇക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ചോദിക്കാം. അടുത്ത റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് വുമൻസ് കമ്മീഷൻ ഇൻ കേരള. അടുത്ത റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എഴുതിക്കൂടെ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ജെൻഡറും സെക്സും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. അടുത്ത ലിസ്റ്റ് ഔട്ട് എനി 2 ആക്ടിവിറ്റീസ് ഇൻ ദ സ്കൂൾ ക്രിയേറ്റ് അവയർനെസ് എമംഗ് സ്റ്റുഡൻസ് ടുവേർഡ്സ് സെക്ഷൽ അബ്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാർജിനലൈസേഷൻ ഓഫ് വുമൺ ഇൻ ഇന്ത്യ. അപ്പോൾ വുമണെതിരെയുള്ള വുമൺ അനുഭവിക്കുന്ന പ്രോബ്ലംസിൽ വരുന്ന കാര്യങ്ങളാണ് മാർജിനലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ, അതിനനുസരിച്ച് എഴുതിയാൽ മതി, വാരി വലിച്ച് എഴുതരുത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്കൂൾ ആസ് ആൻ ഏജൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. 2 വട്ടം ചോദിച്ചില്ലേ? ആദ്യം ചോദിച്ചത് 10 മാർക്കിനായിരുന്നു, ഇപ്പോൾ അത് 6 മാർക്കിന്. രണ്ട് ഭാഗത്തു നിന്നും പാർട്ട് സിയിൽ ചോദിച്ചാലും പാർട്ട് ഡിയിൽ ചോദിച്ചാലും, അതായത് 6 മാർക്കിന് ചോദിച്ചാലും 10 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല പോയിന്റ് എടുത്തെഴുതുക, എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക. 10 മാർക്കിനാണെങ്കിൽ ഒന്നും കൂടി വിശദീകരിക്കുക, 6 മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. അടുത്ത് വാട്ട് ഈസ് മെൻ ബൈ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് വുമൺ. അടുത്തത് ജെൻഡർ ഡിഫറൻസസ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, ഡിസ്കസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ കേരള അറ്റ് ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ്. അടുത്ത വാട്ട് ഈസ് മെൻ ബൈ വുമൺ എംപവർമെൻറ്റ്, എക്സ്പ്ലെയിൻ അബൌട്ട് എനി 2 ഓഫ് ഇറ്റ്സ് മെഷേഴ്സ്. വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് 2ാമത്തെ തവണയാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അടുത്ത ക്രിട്ടിക്കലി എക്സാമിൻ ദ റോൾ ഓഫ് ദ കരിക്കുലം ഇൻ പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി. അടുത്ത 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഇൻ റീഡ്രസ്സിംഗ് സെക്ഷൽ ഹരാസ്മെൻറ്റ്സ് ആൻഡ് അബ്യൂസ്. എഴുതിക്കൂടെ? അടുത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കണ്ടിന്യൂ ടു ബി ആൻ എനോമസ് പ്രോബ്ലം വിത്തിൻ ഇന്ത്യൻ സൊസൈറ്റി, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കണ്ടിന്യൂസ് ടു ബി ആൻ എനോമസ് പ്രോബ്ലം വിത്തിൻ ഇന്ത്യൻ സൊസൈറ്റി. എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ? ലാംഗ്വേജ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. പക്ഷേ ലാംഗ്വേജ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? നല്ല പോയിൻറ്റ്സ് നോക്കി വെച്ചിട്ട് പോവുക. ഇനി 2019 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡിഫൈൻ ജെൻഡർ പാരിറ്റി. എത്ര തവണ ചോദിച്ചു ജെൻഡർ പാരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത വാട്ട് ഈസ് ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ. എന്താണ് ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ? അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ ചൈൽഡ് റൈറ്റ്സ്. അടുത്തത് റൈറ്റ് എനി 2 മേജർ കോൺഫ്ലിക്റ്റ് വിത്ത് റെസ്പെക്റ്റീവ് ജെൻഡർ. അടുത്തത് വാട്ട് ഈസ് ജെൻഡർ സെൻസിറ്റിവിറ്റി. ജെൻഡർ സെൻസിറ്റിവിറ്റി 2ാമത്തെ തവണയാണ് ചോദിക്കുന്നത് അല്ലേ? അടുത്ത വാട്ട് ഈസ് മെൻ ബൈ ജെൻഡർ റോൾ. എത്ര തവണ ചോദിച്ചു ജെൻഡർ റോളിനെ കുറിച്ച്? അടുത്ത ഈസ് ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് സബ്സ്റ്റാൻഷിയേറ്റ്. 2 തവണ ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ. അടുത്തത് എലൂസിഡേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെൻഡർ. ജെൻഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് 2-3 പോയിന്റ് പഠിച്ചു വയ്ക്കണം. എക്സ്പ്ലെയിൻ എനി 2 വുമൺ വെൽഫെയർ ഇനീസിയേഷൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അടുത്ത എക്സ്പ്ലെയിൻ ദ ലിബറൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ ലിബറൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സും കമ്പയർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് 2 ചോദിച്ചാലും എഴുതാൻ പറ്റും. അടുത്ത എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. എത്ര തവണ ചോദിച്ചു വുമൺ സ്റ്റാറ്റസ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്? ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത വാട്ട് ഈസ് പാട്രിയാർക്കി. ഹൗ ഹാസ് ഇറ്റ് എഫക്റ്റഡ് ദ ലൈഫ്സ് ഓഫ് വുമൺ. പാട്രിയാർക്കി എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിക്കുക, അപ്പം നിങ്ങൾക്ക് പോയിന്റ് കൂട്ടി എഴുതാൻ പറ്റും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും. അടുത്തത് മീഡിയ ആൻഡ് ജെൻഡേഴ്സ് socializations are closely connected. Elucidate with respect of role of media in gender socialization. General question ആണ്. അടുത്തത് explain the term gender stereotypes. How do such stereotypes influence society. എത്ര തവണ ചോദിച്ചു ജെൻഡർ സ്റ്റീരിയോടൈപ്സ് അല്ലേ? അടുത്തത് elucidate the role of NGOs and other action groups in striving towards ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ NGOസിൻ്റെ റോള്, ഫാമിലിയുടെ റോള്, ടീച്ചേഴ്സിൻ്റെ റോള്, കൗൺസിലേഴ്സിൻ്റെ റോള് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആരുടെയും ഒന്നും ചോദിച്ചിരിക്കും. അടുത്തത് ഇല്യൂസിഡേറ്റ് ദ റോൾ ഓഫ് എനി കണ്ടംപററി വുമൺ റോൾ മോഡൽ ഇൻ ഇന്ത്യ ഹു വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ സെൻസിറ്റൈസിങ് ജെൻഡർ ഇഷ്യൂസസ് ഇൻ അവർ കൺട്രി. നിങ്ങൾക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അടുത്ത എംപവർമെൻറ്റ് ഓഫ് ഗേൾസ് ആർ എംപവർമെൻറ്റ് ഓഫ് സൊസൈറ്റി. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ് ബേസ്ഡ് ഓൺ ജെൻഡർ ബയാസ് in India and explain the role of teacher, curriculum, textbooks, peers and schools in promoting gender equality. അടുത്തത് explain in detail the interrelated functions of the school and society.
ഇനി 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മീനിങ് ഓഫ് ജെൻഡർ, എത്ര തവണ? അടുത്തത്, ഡിഫൈൻ പാട്രിയാർക്കി, എത്ര തവണ എന്ന് ഞാൻ പറയണോ? അടുത്തത്, റൈറ്റ് ദ റാഡിക്കൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, ഒന്നെങ്കിൽ റാഡിക്കൽ അല്ലെങ്കിൽ ലിബറൽ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറാണ്. അടുത്തത്, വാട്ട് ഈസ് സോഷ്യൽ കൺസ്ട്രക്ഷൻ? അടുത്തത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ജെൻഡർ ബയസ്? അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ റോള്, അതുപോലെ തന്നെ ജെൻഡർ ബയാസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2 മാർക്കിന് എഴുതാൻ കണ്ട് പഠിച്ചു പോവുക. 2 മാർക്കിനും 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ, 2 മാർക്കിന് പഠിച്ചു കഴിഞ്ഞാൽ. അടുത്ത, നെയിം എനി 2 NGOs ദാറ്റ് വർക്ക്സ് ഫോർ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻക്ലൂഡിങ് ചൈൽഡ് എഡ്യൂക്കേഷൻ. അടുത്തത്, എക്സ്പ്ലെയിൻ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, എത്ര തവണ ചോദിച്ചു അല്ലേ? അടുത്തത്, വൈ ഈസ് ജെൻഡർ ഇക്വാലിറ്റി ഇമ്പോർട്ടൻറ്റ്? അടുത്തത്, മെൻഷൻ എനി 2 സിറ്റുവേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ എമംഗ് ഗേൾസ് ഇൻ ക്ലാസ് റൂം പ്രോസസ്, ഓൾസോ സജസ്റ്റ് സ്ട്രാറ്റജീസ് ടു ഓവർകം സച്ച് സിറ്റുവേഷൻസ്. അടുത്തത്, എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടേം ജെൻഡർ സെൻസിറ്റിവിറ്റി. ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. അടുത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്കൂൾ ഇൻ ദ ഡെമോക്രാറ്റിക് സൊസൈറ്റി, 2ാമത്തെ തവണയാണ് ചോദിക്കുന്നത് അല്ലേ? അടുത്തത്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ ദ കണ്ടംപററി ഇന്ത്യ, 2-3 തവണ ചോദിച്ചു അല്ലേ ഈ ക്വസ്റ്റ്യൻ. അടുത്തത്, ഹൗ ഡു ദ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫ്ലുവൻസസ് ദ ഫങ്ഷനിങ് ഓഫ് സ്കൂൾസ്. അടുത്തത്, എക്സാമിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ആൻഷ്യൻ്റ് ഏജസ്. അടുത്തത്, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി ടുവേർഡ്സ് എഡ്യൂക്കേഷന്, വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അല്ലേ? അടുത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ടീച്ചേഴ്സിൻ്റെ റോളാണ്. ഫാമിലിയുടെ റോള് ചോദിച്ചു, പിന്നെ എന്തിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, റിലീജിയൻ്റെ റോള് ചോദിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോകണം കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ ചലഞ്ചസ് ഫോർ ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ ഇൻ അവർ കൺട്രി. അടുത്തത്, സ്കൂൾ ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 6 മാർക്കിനും 10 മാർക്കിനും എഴുതാൻ കണ്ട് പോയിൻറ്സ് ഒക്കെ നോക്കി പോവുക. ഇനി 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാട്രിയാർക്കി ആൻഡ് മാട്രിയാർക്കി, ഇതിൽ കൂടെ. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ജെൻഡർ സെൻസിറ്റിവിറ്റി, എത്ര തവണ അല്ലേ? അടുത്തത്, ഡിഫൈൻ ജെൻഡർ ഇക്വാലിറ്റി, വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്തത്, റൈറ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്ഷുവാലിറ്റി. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ജെൻഡർ റോൾസ്. അപ്പോൾ സെക്ഷുവാലിറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ചോദിച്ചിട്ടുണ്ട്, ജെൻഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ചോദിച്ചിട്ടുണ്ട്. 2-3 പോയിൻ്റ് നോട്ട് ചെയ്ത് പോവാം. ജെൻഡർ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, വീണ്ടും ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ചോദിക്കുന്നുണ്ട് അല്ലേ? ജെൻഡർ സ്റ്റീരിയോ ടൈപ്സും ജെൻഡർ സെൻസിറ്റിവിറ്റി. അടുത്തത്, എക്സ്പ്ലെയിൻ എനി 2 ജെൻഡർ ഇഷ്യൂസസ് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റാഡിക്കൽ പെർസ്പെക്റ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു ജെൻഡർ. അടുത്തത്, എലൂസിഡേറ്റ് എനി 2 പോയിൻറ്റ്സ് ഫോർ എൻഷുറിങ് സേഫ്റ്റി ഓഫ് ഗേൾസ് ഇൻ സ്കൂൾസ്. അടുത്തത്, ഇലാബറേറ്റ് എനി 2 co-curricular activities for promoting gender equality in schools. അടുത്തത്, explain the impact of social media in the life of students. അടുത്തത്, elucidate the role of teachers in gender education. അടുത്തത്, how far is gender socialization important for the development of personality. അടുത്തത്, describe the role of family in the gender education. അടുത്ത, violence towards women in India is in an alarming rate. How do you respond to this statement? ജനറലായിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഹൗ ഡസ് കാസ്റ്റ് എഫക്റ്റ് ജെൻഡർ ഡെവലപ്മെൻറ്റ്, കാസ്റ്റ് എങ്ങനെയാണ് ജെൻഡർ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. അടുത്തത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫങ്ഷനിങ് ഓഫ് സ്കൂൾ ഈസ് ഹൈലി റിലേറ്റഡ് വിത്ത് ദ ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. Elucidate the statement with reference to the different types of management, government, aided, unaided and minority. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 2017 മുതൽ 2021 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. കൂടാതെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ റോള്, ജെൻഡറും സെക്സും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, പാട്രിയാർക്കിയും മാട്രിയാർക്കിയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, റാഡിക്കൽ ലിബറൽ ഫെമിനിസം ഡിഫറൻഷ്യേറ്റ്, പിന്നെ പ്രോബ്ലംസ് ഓഫ് വുമൺ ഇൻ കണ്ടംപററി ഇന്ത്യ,
പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ജെൻഡർ പാരിറ്റി റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിലേഴ്സിൻ്റെ, ടീച്ചേഴ്സിൻ്റെ, പാരൻസിൻ്റെ, എൻജിഒസിൻ്റെ റോള് 3ാമത്തെ യൂണിറ്റിൽ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതെങ്കിലും ഒരാളുടെ റോള് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. പിന്നെ സ്കൂൾ ആസ് ആൻ ഏജൻറ്റ് ഓഫ് ചേഞ്ച്, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എസ്സേക്കും ചോദിക്കാം, 6 മാർക്കിനും ചോദിക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിട്ട് പോവുക. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ജനറലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതിൽ ഒന്നും കൂടി നോട്ട് ചെയ്ത് പോകേണ്ട കാര്യം, സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഡിഫറെൻറ്റ് ഏജസ്, ആൻഷ്യൻ, മിഡീവൽ, കൊളോണിയൽ, അവിടെ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ജനറലായിട്ട് എഴുതും. അതിൽ എഴുതേണ്ട പോയിൻറ്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് നോക്കാതെ പോകുന്ന ഒരാൾ വാരി വലിച്ചത് അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല. എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ട് 10 മാർക്കിനൊക്കെ ചോദിച്ചാൽ കുറേ എഴുതി വെക്കാതെ ആ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റുമായിട്ടൊരു പരിചയം ഉണ്ടാക്കി വെക്കുക. അതാണ് ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ടെക്സ്റ്റ് വായിച്ചാൽ മതി, നമുക്ക് ആ പോയിൻറ്റ്സ് ഒക്കെ പിന്നെയും സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം ടെക്സ്റ്റ് വായിച്ച് പോകണമെന്നില്ല. കാരണം ജനറലായിട്ട് നമുക്ക് എഴുതാവുന്ന കാര്യമാണ്. പക്ഷേ ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ഇന്ന മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.